തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിചിത്ര സഖ്യം. മുസ്ലിം ലീഗിനെതിരെ CPM-മായി കൈകോർത്ത് കോൺഗ്രസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെതിരെ CPM-മായി കൈകോർത്ത് കോൺഗ്രസ്. മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിലാണ് വിചിത്ര സഖ്യം. ജനകീയ മുന്നണി എന്ന പേരിലാണ് സഖ്യം രൂപപ്പെട്ടത്. കോൺഗ്രസ് 11 സീറ്റിലും CPM 5 സീറ്റിലും മുന്നണിയായി ഒന്നിച്ചു മത്സരിക്കാനാണ് ധാരണ. 2 സീറ്റുകൾ ടീം പൊന്മുണ്ടം എന്ന കൂട്ടായ്മയ്ക്ക് നൽകാനും ധാരണയായിട്ടുണ്ട്. CPM സഖ്യത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾ എന്നാണ് ശ്രദ്ധേയമായ കാര്യം. ജില്ലാ ജനറൽ സെക്രട്ടറിയും ബ്ലോക്ക് പ്രസിഡന്റും അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാകും. ഏരിയ കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കളെ മത്സരിപ്പിക്കാനാണ് CPM-ന്റെ തീരുമാനം. മുന്നണി പൊളിച്ചത് മുസ്ലിം ലീഗാണെന്നും കോൺഗ്രസ് ജനാധിപത്യ മതേതര പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മത്സരിക്കുകയാണെന്നും കോൺഗ്രസ് നേതാവ് NR ബാബു പറഞ്ഞു. അതേസമയം കോൺഗ്രസ് CPM ധാരണയ്ക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. വിഷയത്തിൽ കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതൃത്വം ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള തെരഞ്ഞെടുപ്പ് നേതൃത്വം ഗൗരവമായി കാണണമെന്നും ഇല്ലെങ്കിൽ പല നിയമസഭാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും മുസ്ലിം ലീഗ് നേതാവ് മൊയ്തീൻ കുട്ടി പ്രതികരിച്ചു. UDF നേതൃത്വത്തിന് എന്നും തലവേദനയാണ് മലപ്പുറത്തെ പൊന്മുണ്ടം പഞ്ചായത്ത്. അനുനയിപ്പിച്ചും അച്ചടക്കത്തിന്റെ വാൾക്കാട്ടിയുമൊക്കെ മറ്റ് പല പഞ്ചായത്തുകളിലും മുന്നണി സംവിധാനത്തിലേക്ക് പ്രാദേശിക നേതാക്കളെ കൊണ്ടുവരുന്ന കോൺഗ്രസ് ലീഗ് നേതൃത്വത്തിന് പൊന്മുണ്ടം പക്ഷേ ബാലിക്കാറാമല തന്നെയാണ്. മലപ്പുറം പൊന്മുണ്ടം പഞ്ചായത്തിൽ സമവായമുണ്ടാക്കാനുള്ള UDF നേതൃത്വത്തിന്റെ നീക്കം ഇത്തവണയും പാളിയിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും വെവ്വേറെ മത്സരിക്കാനാണ് ഏറ്റവും ഒടുവിൽ തീരുമാനമായിരിക്കുന്നത്. ഇതോടെയാണ് CPM-നെ കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും. എന്തായാലും സീറ്റ് ചർച്ചയിൽ ഉടക്കി മുന്നണി സംവിധാനം പൊളിഞ്ഞതോടെ വികസനമില്ലായ്മയും അഴിമതിയുമൊക്കെയായി ഇരു പാർട്ടികളും ആരോപണ പ്രത്യാരോപണങ്ങളിലാണ് ഇപ്പോൾ.